ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ദേവാദിദേവനും ചൈതന്യമൂർത്തിയും അഭീഷ്ടവരദായകനും ക്ഷിപ്രവര പ്രസാദിയും പഞ്ചാക്ഷരമൂർത്തിയും ത്രിലോകനാഥനുമായ ശ്രീ മഹാദേവൻ ഒരു നാടിന്റെ മുഴുവൻ ഐശ്വര്യമായി ചരിത്ര പ്രസിദ്ധമായ തെക്കൻ കേരളത്തിലെ ആനന്ദശയന നഗരിയായ തിരുവനന്തപുരത്ത് ചരിത്രത്തിന്റെ ഹൃദയസ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങി സംഭവ ബഹുലങ്ങളായ അനേകം ചരിത്ര സത്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പുണ്യതീർത്ഥമായി അറിയപ്പെടുന്ന വെള്ളായണി കായലിനോട് ചേർന്ന് സാംസ്കാരിക പൈതൃകം കൊണ്ട് പ്രശാന്ത സുന്ദരവും പ്രകൃതി രമണീയവും പച്ചപ്പുകൾ കൊണ്ട് അങ്കലാവണ്യത്താൽ അനുഗ്രഹീതമായ തിരുവനന്തപുരത്തെ കീഴൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും പുണ്യപുരാതനവും സൂര്യചന്ദ്രന്മാരുടെ തേജസ് കൊണ്ട് നിത്യപ്രഭയാൽ അനുഗ്രഹ കല ചൊരിഞ്ഞ് സത്യത്തിന് സാക്ഷ്യം വഹിച്ച് നെട്ടറത്തല ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തെക്കതായിരുന്നു ഈ ക്ഷേത്രം. കാലപ്പഴക്കം മൂലം ജീർണാവസ്ഥയിലായിരുന്ന ഈ തെക്കത് ദേവപ്രശ്ന വിധി പ്രകാരം ശ്രീ മഹാദേവനെ മുഖ്യദേവനായി പ്രതിഷ്ഠിക്കുകയും ഉപദേവതയായി ശ്രീ ഗണപതി, ഭദ്ര, നാഗരാജാവ്, യക്ഷിയമ്മ, നാഗമാതാവ്, നാഗകന്യക, യോഗീശ്വരൻ, മന്ത്രമൂർത്തി എന്നിവരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തെക്കത് പിൽക്കാലത്ത് കീഴൂർ നെട്ടറത്തല ശ്രീ മഹാദേവ ക്ഷേത്രം എന്നറിയപ്പെട്ടു. കീഴൂർ നെട്ടറത്തല ശ്രീ മഹാദേവൻ ഒരു ദേശത്തെ മുഴുവൻ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചിട്ടയോടെ നടത്തിപ്പോരുന്ന നിഷ്കളങ്കമായ ഗ്രാമവാസികളെ ആപത്തിൽ നിന്നും രക്ഷിക്കുവാൻ ശ്രീ മഹാദേവ ചൈതന്യം ഇവിടെ കുടികൊള്ളുന്നു. ദീർഘായുസിനു വേണ്ടി തിങ്കളാഴ്ചയിലെ നീരാഞ്ജനവും കറുത്ത പ്രദോഷവും വെളുത്ത പ്രദോഷവും തിരുവാതിര നക്ഷത്രത്തിൽ ഇവിടത്തെ തിരുവാതിര വിളക്കും ഇവിടത്തെ ദേവീക്ഷേത്രത്തിലെ നാരങ്ങ വിളക്കും ശത്രുസംഹാര പൂജയുമെല്ലാം വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. ഈ ക്ഷേത്രത്തിൽ രാത്രി പോക്കുവരവ് നടക്കാറുണ്ട്. ശ്രീ മഹാദേവൻ തൃക്കുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കും വെങ്ങാനൂർ മേക്കുംകര നീലകേശിയമ്മ കീഴൂർ ക്ഷേത്രത്തിലേക്കും വരാറുണ്ട്. വിഷ്ണുവിന് ഏകാദശി വ്രതം പോലെ ദേവിക്ക് പൗർണമി വ്രതം പോലെ മഹാദേവ പ്രീതിക്ക് അനുഷ്ഠിക്കുന്ന വ്രതമാണ് പ്രദോഷം. സൂര്യാസ്തമയത്തിന് മുൻപ് 3:45 നാഴിക മുതൽ അസ്തമിച്ച് 3:45 നാഴിക വരെയുള്ള സമയമാണ് പ്രദോഷം. ഒരു മാസത്തിൽ കറുത്ത പക്ഷത്തിലും വെളുത്ത പക്ഷത്തിലും പ്രദോഷവ്രതമുണ്ട്. സന്ധ്യയ്ക്ക് ത്രയോദശി തിഥി വരുന്ന ദിവസങ്ങളിൽ പ്രദോഷവ്രതം അനുഷ്ഠിക്കാറുണ്ട്. കറുത്ത പക്ഷത്തിലെ പ്രദോഷം വളരെ ഉത്തമമാണ്. പ്രദോഷ ദിവസം സന്ധ്യയ്ക്ക് പാർവതി ദേവിയെ സ്വർണം കൊണ്ട് നിർമ്മിച്ച രക്തപീഠത്തിൽ ഇരുത്തിയിട്ട് ശ്രീ മഹാദേവൻ ദേവിക്ക് മുന്നിൽ നൃത്തം ചെയ്യുകയും ദേവന്മാർ മഹാദേവനെ ഭജിക്കുകയും ചെയ്യുന്ന സമയമാണ്. മഹാദേവൻ പ്രദോഷ നൃത്തം ചെയ്യുമ്പോൾ സരസ്വതി ദേവി വീണ വായിക്കുകയും ദേവേന്ദ്രൻ പുല്ലാങ്കുഴൽ വായിക്കുകയും ബ്രഹ്മാവ് താളം പിടിക്കുകയും ലക്ഷ്മി ദേവി പാട്ടുപാടുകയും മഹാവിഷ്ണു മൃദംഗം വായിക്കുകയും ചെയ്യുന്നു. ദേവന്മാർ